അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, അതായത് ഈ ജോസ് കെ മാണി പക്ഷവും RJDയും UDF മുൻപുണ്ടായിരുന്ന കക്ഷികളാണ്, ഈ ശ്രേയാംസ് കുമാറൊക്കെ. അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും കിട്ടാത്ത അവസ്ഥയിൽ മറുവശത്തേക്ക് ചാടാൻ അവർക്ക് രണ്ട് കക്ഷികൾക്കും വാതിൽ തുറന്നു കിടപ്പുണ്ട്. അക്കാര്യത്തിൽ സംശയം വേണ്ട. ലോക്സഭാ തെരഞ്ഞെടുപ്പ് UDF ക്യാമ്പിലുണ്ടാക്കിയ ഊർജം ചെറുതല്ല താനും. അങ്ങനെ ഒരു അപകടം മുന്നിൽ കണ്ടാണ് CPMന്റെ തീരുമാനമെങ്കിൽ ഈ വിട്ടുവീഴ്ച നല്ല സൂചനയല്ലേ? ഒരിക്കലുമല്ല. കാരണം മുന്നണി രാഷ്ട്രീയത്തിൽ ചില സാഹചര്യങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്. ഇപ്പോൾ UDF നിൽക്കുന്ന ജോസഫ് ഗ്രൂപ്പ് കുറെ അധികം കാലം LDFന്റെ ഭാഗമായി. അതിനുശേഷമാണ് രണ്ട് ഗ്രൂപ്പും കൂടെ ലയിച്ച് UDF വന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ KP മോഹനൻ UDF അദ്ദേഹം മന്ത്രിയുമായിട്ടിരുന്ന ആളാണ്. 5 വർഷം അദ്ദേഹം മന്ത്രിയുമായിട്ടിരുന്ന ആളാണ്. അന്ന് 72 MLA ഉള്ളൂ, 11-16 മന്ത്രിസഭ. അന്ന് അദ്ദേഹം മന്ത്രിയുമായിട്ടിരുന്ന ആളാണ്. അപ്പൊ അവരുടെ കാര്യങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ബഹുമാനപ്പെട്ട ശ്രീകുമാർ പറഞ്ഞു. അത് അവരുടെ പാർട്ടിയിലെ ഒരു ആഭ്യന്തര പ്രശ്നം കൂടിയാണ്. ബാക്കി 4 പേർക്ക്, ഒരു MLA ഉള്ള 4 പാർട്ടിക്ക് 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഇവിടെ പിന്നെ CPM ചെയ്യുന്ന കാര്യം പറഞ്ഞു. 1999 ഇതേ ഒരു ഇഷ്യൂ വന്നപ്പോൾ 3 വർഷം വീതം RSPക്കും CPIക്കായിട്ട് മന്ത്രിസ്ഥാനം MP സ്ഥാനം കൊടുത്തു. അന്ന് 99 അങ്ങനെ 3 വർഷം പ്രേമചന്ദ്രന് MP സ്ഥാനം കിട്ടി. പക്ഷേ അത് തിരിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വന്നതുകൊണ്ട് 2000 അധികാരത്തിൽ വന്നപ്പോൾ 6 വർഷം 2000 മുതൽ 2006 വരെ 6 വർഷം ശ്രീ NK പ്രേമചന്ദ്രൻ MP ആയിട്ടിരുന്നു. കാര്യം അവസാനത്തെ 3 വർഷം CPIക്കായിരുന്നു. പക്ഷേ UDF അധികാരത്തിൽ വന്നപ്പോൾ രാജിവെച്ചാൽ വീണ്ടും പോകുന്നുള്ളത് കൊണ്ട് 6 വർഷം അങ്ങനെ കിട്ടി. അതാണ് റൊട്ടേഷൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും അങ്ങനെ രാജ്യസഭാ മെമ്പർ വരുമ്പോൾ 3 വർഷം കാലാവധി വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടെ ജോസ് കെ മാണിക്ക് MP സ്ഥാനം കിട്ടിയത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കോൺഗ്രസിനകത്തുണ്ടായ ശക്തമായ ഗ്രൂപ്പ്, ഉമ്മൻചാണ്ടി, VM സുധീരൻ, PJ കുര്യൻ, KV തോമസ്, ഇവരൊക്കെ തമ്മിലുള്ള ഗ്രൂപ്പുകൾ വന്നപ്പോൾ അന്ന് സീറ്റ് ആവശ്യപ്പെടാതിരുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ആ സീറ്റ് ഒരു രീതിയിൽ പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അത് ഉമ്മൻചാണ്ടി ചെയ്തതാണ്. കോൺഗ്രസിനകത്തുള്ള ചില ഗ്രൂപ്പുകൾ ഒഴിവാക്കാൻ അവർ ചെയ്തു. ആ MP സ്ഥാനവുമായിട്ടാണ് KM മാണി LDF വരുന്നത്. പക്ഷെ LDF അതിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം MP സ്ഥാനം രാജിവെക്കുകയും അതിനുശേഷം വീണ്ടും LDF അദ്ദേഹത്തിന് തന്നെ കൊടുക്കുകയും കാലാവധി തീർന്നപ്പോഴും വീണ്ടും അദ്ദേഹത്തിന് തന്നെ 6 വർഷത്തെ കൂടെ കൊടുത്തു. ആ കാലാവധിയാണ് ഇപ്പോഴും തീർന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ കാലാവധി തീർന്ന 2 MP മാർക്കും അത് മാത്രമല്ല 2 പ്രധാനപ്പെട്ട ഘടകകക്ഷികളുടെ ലീഡർമാർക്ക് സീറ്റ് കൊടുക്കും. പിന്നെ ഘടകകക്ഷികളെ ഒതുക്കുന്ന കാര്യം പറഞ്ഞു, മുന്നണിയാടുന്ന കാര്യം. നമുക്കറിയാം, ജനതാദൾ യുണൈറ്റഡ് എന്ന പാർട്ടി ഈ ലോക്സഭാ ഇലക്ഷന് 1-2 മാസം മുമ്പ് വരെ കോൺഗ്രസ് മുന്നണിയിൽ നിന്ന പാർട്ടിയാണ്. ആ മുന്നണിയിൽ നിന്ന് ചാടിയാണ് ഇപ്പോൾ NDA വന്ന് ബീഹാറിലേക്ക് മുന്നണിയുടെ ഭാഗമായിട്ട് മാറിയത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ NDA എന്ന് പറയുന്ന കക്ഷി നരേന്ദ്രമോദി ഇപ്പോൾ മന്ത്രിസ്ഥാനം പങ്കുവച്ചു. ഘടകകക്ഷികൾ എന്തൊക്കെ ആവശ്യം ഉയർത്തി? ആർക്കെങ്കിലും ഒരു പ്രധാന വകുപ്പ് കൊടുത്തു. TDPക്ക് 16 MP പ്രധാന വകുപ്പ് എന്തെങ്കിലും കൊടുത്തു. ജനതാദൾ യുണൈറ്റഡ് അങ്ങനെ സീറ്റ് കൊടുക്കാത്തതുകൊണ്ട് ഇപ്പൊ അവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒന്നും സംഭവിച്ചില്ല, കൊടുത്തത് ഏറ്റുവാങ്ങി അവർ. കാലക്രമേണ സംഭവിച്ചോളൂ. കേരളത്തിൽ സംഭവിച്ചതുപോലെ കാലക്രമേണ നമ്മുടെ പ്രതീക്ഷയാണ്. നമ്മുടെ പ്രതീക്ഷയല്ലേ. ഞാൻ വരട്ടെ, ശിവസേനയ്ക്ക് 7 MP ഉണ്ടായിരുന്നു. അവർക്കൊരു സഹമന്ത്രിയാണ് കൊടുത്തത്, ക്യാബിനറ്റ് റാങ്ക് പോലും കൊടുത്തില്ല. അപ്പോൾ ഇവര് 3 പേരും ശക്തമായിട്ട് സീറ്റുകൾ ചോദിച്ചു കൊടുത്തില്ല. 2 MP ഉള്ള ജനതാദൾ എസിന് ഒരു ക്യാബിനറ്റ് റാങ്ക് കൊടുത്തു കർണാടക. അപ്പൊ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓരോ സമയത്ത് ഓരോ രീതിയാണ്. എന്തിനാണ് 16 MP TDPക്ക് എന്തുകൊണ്ടൊരു പ്രധാനപ്പെട്ട വകുപ്പ് കൊടുത്തില്ല? 12 MP JDUവിന് എന്തുകൊണ്ടൊരു പ്രധാനപ്പെട്ട വകുപ്പ് കൊടുത്തില്ല? അപ്പൊ മേജർ വകുപ്പുകളെല്ലാം ആ പ്രധാനപ്പെട്ട വകുപ്പ് കൊടുക്കാതെ അവരെ ഒപ്പം നിർത്താൻ പറ്റിയതല്ലേ BJPയുടെ വിജയം? അല്ല, അത് ഒപ്പം താൽക്കാലികമായി നിൽക്കും. ബാക്കി എത്ര നാള് പിന്നെ JDU ഒക്കെ എത്ര നാളിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. കാര്യം ഒരു 6 മാസം പോലും ഈ രീതിയിൽ പോയാൽ അവർ നിൽക്കുമെന്നുള്ള രീതിയിൽ യാതൊരു തർക്കവുമില്ല. കാരണം JDUവിന്റെ സ്വഭാവം ഇന്നും അതാണ്. 6 മാസം കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നൊരു പാർട്ടിയാണ്. അതവിടെ നിൽക്കട്ടെ, എത്ര നാൾ നിൽക്കുമെന്ന്. അപ്പൊ ഞാനിത് പറഞ്ഞത് ബഹുമാനപ്പെട്ട ശ്രീവൻ ചേട്ടൻ പറഞ്ഞതുപോലെ ഘടകകക്ഷികളെയൊക്കെ ഒതുക്കുന്നതിൽ, ഘടകകക്ഷികളെ ഒതുക്കുക മാത്രമല്ല, പ്രതിപക്ഷ കക്ഷികളെ ഭരണത്തിന്റെ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് EDയും CBI ഒക്കെ ഉപയോഗിച്ച് പ്രതിപക്ഷ കക്ഷികളുടെ MLA-മാരുടെയും MP-മാരുടെയും പേരിൽ അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവന്ന് അവരെ BJP ചേർക്കുക. ഇവർ BJPയിലേക്ക് വന്നവരെല്ലാം ആരാണ് പ്രതിപക്ഷത്തുനിന്ന്? അവരുടെ എല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെന്ന് അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയോ കേസെടുക്കുകയോ ചെയ്ത്, അജിത് പവാർ ആയാലും അങ്ങനെയുള്ള ആരായാലും നിങ്ങളുടെ പല മുഖ്യമന്ത്രിമാരും, ആസാമിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ, ഇവരൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് CBI ചെന്ന് കേസെടുത്തവരാണ് ഇപ്പോൾ BJP നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രതിപക്ഷ കക്ഷികളെ തകർക്കുക,
അവർക്കെതിരെ കേസെടുക്കുക, അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാം. അതിനുശേഷം അവർ BJP-യിൽ വരുമ്പോൾ അതെല്ലാം ഇല്ലാതാക്കുക. അപ്പൊ ഘടകകക്ഷികളെ ഇല്ലാതാക്കുന്നതിൽ ഒട്ടും മോശമുള്ളൊരു പാർട്ടിയല്ല. ശരി.